വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം ഇന്ന് അറഫ രാവാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള, ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ രാവ് തീർച്ചയായും ദുആഇന് ഉത്തരം കിട്ടുന്ന രാവ്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി അല്ലാഹുവിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബ് പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന രാവെന്നാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അറഫ സംഗമം ഇങ്ങനെ ഇന്ന് സൗദിയിൽ നടന്നപ്പോൾ, അറഫ എന്ന നാട്ടിൽ നടന്നപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മനമുരുകിയിട്ട് എത്ര ആളുകളാണ് പ്രാർത്ഥനകളെ കൊണ്ട് നിർഭരമായത്. അൽ ഹജ്ജു അറഫ, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണല്ലോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ആ ഒരു വലിയ മഹാസമ്മേളനം അല്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ സ്ഥലം, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി സ്വഹാബത്തിനെ പല ഭാഗങ്ങളിലേക്കും പറഞ്ഞയച്ച സ്ഥലം, അതുപോലെ തന്നെ മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദം നബിയും ഹവ്വാ റളിയല്ലാഹു അൻഹാ, ഇവർ രണ്ടുപേരും എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടിയ, ഒരുമിച്ച് കൂടിയ, അറിഞ്ഞ സ്ഥലമല്ലയോ? അതുകൊണ്ടല്ലേ ആ സ്ഥലത്തിന് അറിഞ്ഞു അറഫ എന്ന പേര് നൽകിയത്. മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും സ്വർഗ്ഗത്തിൽ ജീവിക്കുന്ന സമയത്ത് വലാ തഖ്റബാ ഹാദിഹി ശജറ, ഈ മരത്തോട് നിങ്ങൾ അടുത്തു പോവരുത്, ഈ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷേ അറിയാതെ കടിച്ചു പോയല്ലോ. കടിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിൽ നിന്നവർ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നല്ലോ. അങ്ങനെ ആദം നബിയും ഹവ്വാ ബീവിയും അറിഞ്ഞ സ്ഥലമാണ് അറഫ എന്നുള്ളത്. ഒരുപാട് തവണ ഇന്ത്യയിൽ നിന്ന് നടന്നു പോയിട്ടുണ്ട്. സയ്യിദുനാ ആദം അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി ഒരുപാട് തവണ നടന്നുപോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഹജ്ജിന്റെ സമയം വരുമ്പോ, ഹജ്ജിന്റെ കാലം വരുമ്പോ, ഹജ്ജിന്റെ സമയം നമ്മളിലേക്ക് അടുത്ത് വരുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് അറഫ മാത്രമല്ല, സയ്യിദുനാ ഇബ്രാഹീം അലൈഹിസ്സലാം,
സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയും അതുപോലെ ഇസ്മായിൽ നബിയും ഓർക്കുന്ന സമയം മഹാനായ സയ്യിദുനാ അതുപോലെ തന്നെ മഹദി ഹാജറ റളിയല്ലാഹു അൻഹയെയും ഓർക്കുന്ന സമയമല്ലയോ ഈ ബലിപെരുന്നാളെന്ന് പറയുന്നത്, അതുപോലെ തന്നെ അറഫാ ദിനമെന്ന് പറയുന്നത്, അതുപോലെ ഈ ഒരു പ്രധാനപ്പെട്ട ഹജ്ജിന്റെ മാസമെന്ന് പറയുന്നത്, ഇവരെല്ലാവരുടെയും ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളല്ലേ, അതെല്ലാം സ്മരിക്കുകയല്ലേ. അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കാക്കണേ റബ്ബേ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وأحينا إذ كان خير في الحياة ربنا حين الصلاح قبل إلى الماء وبشمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لقن لنا الحجة في القبر إذا ما نسأل وحين بحث فرح النبي مدد شمس العلماء ولا تردا عن حيال المصطفى خير البراء شفعه فينا راحمي بمدد شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وثبتا أقدامنا للصراط حينما نمشي عليه خالقي بمدد شمس العلماء عيوننا بالأصل والفصل وأحباب لنا بنظر وجه أقررا بشيخ شمس العلماء ديون نقل وعافنا من معضل الأسقام يا شافي وكل وحمنا بمدد شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا رب سلم صليا والآل مع أصحابه وشيخ شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹുവേ അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളാണ് റബ്ബേ, ഞങ്ങൾ പാപികളാണല്ലാ, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് പുറത്തു നൽകണേ റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാഹ്. ലക്ഷക്കണക്കിന് ആളുകളാ അറഫയിൽ സംഗമിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രതിഫലങ്ങളെല്ലാം എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നൽകുമെന്നാണല്ലോ. അറഫ സംഗമത്തിന്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ. ലോക മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകുമല്ലോ. അല്ലാഹുവേ ഞങ്ങൾക്ക്
ഞങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകണേ അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ദിക്റാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹു كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട്, പിശാചി ഏറ്റവും നിന്ദ്യനാകുന്ന ദിവസമാണ് അറഫ. പിശാചി ഏറ്റവും കൂടുതൽ നിന്ദ്യനാകുന്ന, അതുപോലെ ഭൂമിയിൽ അല്ലാഹു പടച്ച ദിവസം മുതൽ ഏറ്റവും കൂടുതൽ പാപം അല്ലാഹു പൊറുക്കുന്ന ദിവസവും അറഫ ദിവസമാണല്ലോ. അറഫയുടെ രാവിനും പ്രത്യേകതയുണ്ടല്ലോ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وهو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير إن شاء الله. ഒരുപാട് ആളുകൾ എല്ലാം വായിച്ച് നമ്മൾ ദുആ ചെയ്യും. അവസാനമെല്ലാം വായിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും കൂടെ ചൊല്ലണേ. വളരെ പ്രധാനപ്പെട്ട ദിക്റാണിത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസത്തിൽ ഈ രാവിലൊക്കെ ചൊല്ലേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير.
ഈ ഹജ്ജ് വരുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. മാത്രമല്ല സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാഹു ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബി അറുക്കാൻ പറഞ്ഞതാണല്ലോ. ഉടനെ കഴുത്തന്റെ ദറുക്കു ബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ഉടനെ കഴുത്തന്റെ ദറുക്കു ബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോ ഏറ്റം സുഖമന്റെ മനസ്സിനി പോൽ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെന്റെ മനസ്സിനി പോൽ. അല്ലാഹുവിന്റെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ അല്ലാഹുവോട് ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനേ എനിക്ക് പൊന്നുമോനെ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ റഹ്മാനെ നല്ല ഒരു മോനെ നൽകണേ അല്ലാഹ്. റബ്ബിനോട് ദുആ ചെയ്തുവല്ലോ. ആ സമയത്ത് അല്ലാഹു ഇബ്രാഹിം നബിക്ക് നൽകിയല്ലോ. ആ മോനെയാണല്ലോ അല്ലാഹു അറുക്കാൻ പറഞ്ഞത് അല്ലേ? അത്രത്തോളം സ്നേഹത്തോടെ ലാളനയോടെ സ്നേഹിച്ചു ബഹുമാനിച്ച് നല്ലതുപോലെ വളർത്തിയെടുക്കുന്ന പൊന്നുമോനെ അറുക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചുവല്ലോ. നേരം കളയാതെ അറുക്കൂ ബാപ്പ നേരെ പിടിവാൾ ചറുക്കൂ ബാപ്പ. നേരം കളയാതെ അറുക്കൂ ബാപ്പ നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കൊന്നില്ലേ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. നിനക്ക് പകരം നാളെ അല്ലാഹു സ്വർഗം നൽകുമല്ലോ എന്നാണ് പറയുന്നത് അല്ലേ? ആ പ്രിയപ്പെട്ട പൊന്നുപ്പയുടെ തഖ്വ പഠിപ്പിച്ച അല്ലാഹുവിനെ പഠിപ്പിച്ച അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തി കൊടുത്ത അല്ലേ ആ ഉമ്മയും വാപ്പയും റബ്ബിനെ പഠിപ്പിച്ചു കൊടുത്തല്ലോ, ക്ഷമ പഠിപ്പിച്ചു കൊടുത്തല്ലോ, ത്യാഗം പഠിപ്പിച്ചു കൊടുത്തല്ലോ. ആ പൊന്നുമോന പറയുന്നത് വാപ്പ അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അറുക്കണേ വാപ്പാ. അങ്ങനെ തഖ്വ പഠിപ്പിക്കുന്ന റബ്ബിനെ പറഞ്ഞു കൊടുക്കുന്ന അല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കുന്ന നല്ല വാപ്പയാ നമ്മളാവേണ്ടത്, നല്ല ഉത്തരാ നമ്മളാവേണ്ടത്. അവിടെയാണ് വാപ്പയും ഉമ്മയും വിജയിക്കുന്നത്, തഖ്വയുള്ളവരായി മാറുന്നത്. അവിടെയാണ് മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നത്. ഈ ഒരു ഹജ്ജിൽ നമുക്ക് നല്ല ഉപ്പയാവാൻ കഴിയും. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ജീവിതം പഠിച്ചാൽ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ നല്ല മോനും നല്ല ഉമ്മയും ഒരു നല്ല കുടുംബത്തിന്റെ കുടുംബ ജീവിതമാണ് അവര് വരച്ചു കാണിച്ചു തരുന്നത്. അല്ലാഹു ബോധം തരട്ടെ.
തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ. അല്ലാഹുവിന്റെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വാപ്പയോട് പറയാ, വാപ്പ അറുത്തോ വാപ്പ എന്നെ. തക്ബീർ മുഴക്കിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ മുഴക്കിയിട്ട് വാപ്പ തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ നേരം കളയാതെ അറുക്കൂ ബാപ്പ. അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ, അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ, റബ്ബിന്റെ കൽപ്പനയല്ലേ അല്ലാ, അറുക്കണേ അല്ലാ വാപ്പ. റബ്ബിന്റെ കൽപ്പന അനുസരിക്കാൻ അല്ലാഹുവിന്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ മകൻ പറഞ്ഞുവല്ലോ, ഉടനെ കഴുത്തന്റെ ദറുക്കൂ ബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. കുഞ്ഞുമോൻ തന്റെ പിതാവിനോട് വാപ്പ അറുത്തോ വാപ്പ, റബ്ബല്ലേ നമ്മളോട് പറഞ്ഞത്, അല്ലയല്ലേ പറഞ്ഞത്, പേടിക്കേണ്ടതില്ല വാപ്പ, അറുത്തോളൂ വാപ്പ. അതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറയുന്നത്, ഉടനെ അല്ലേ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ബാപ്പ അവിടെ ഞാൻ കനി കാണുന്നു, മാപ്പും മഴപ്പുള്ള കനി കാണുന്നു. അല്ലേ നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന വലിയതായ സൗകര്യങ്ങളും സംവിധാനങ്ങളും കാണുന്നുണ്ട് വാപ്പ, അതുകൊണ്ട് അറുത്തോ വാപ്പ. അല്ല, ഇങ്ങനെയുള്ള പാട്ടുകളാണ് നമ്മൾ പാടേണ്ടത്, ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്, ഇതൊക്കെയാണ് നമ്മളെ മക്കൾക്ക് പാടിക്കൊടുക്കേണ്ടത്. അല്ലേ, എന്തൊരു രസമാണ് ഇതൊക്കെ ഓർക്കുമ്പോ. അല്ലാഹുവേ, ആ ഒരു രസം ഞങ്ങൾക്ക് നൽകണയല്ല, ഞങ്ങളെ മക്കൾക്ക് നൽകണയല്ല, ഞങ്ങളെ നീ സ്വീകരിക്കണയല്ല. എല്ലാരും പാടി നോക്കി, എന്ത് നല്ല പാട്ടാണ്. ഉടനെ കഴുത്തന്റെ ദറുക്കൂ ബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. എന്നിട്ട് ആ പൊന്നുമോൻ പറയുന്നത്, തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പ തൗഫീഖുടയോനോടടുക്കൂ ബാപ്പ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ മോഹം നിനക്കുള്ളിൽ തുടിക്കുന്നില്ലേ. അല്ലാഹുവേ, അറഫാ സംഗമത്തിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ കഅബാലയത്തിന്റെ ചാരത്തെത്തിക്കണേ റബ്ബേ, മിനയുടെ താഴ്വാരയിൽ ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജംറത്തുൽ ഊലയിലും ജംറത്തുൽ വുസ്തയിലും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ ജംറകളിലും എറിയുവാൻ പിശാചിനെ ആട്ടി ഓടിച്ചുവല്ലോ. പിശാച് വന്ന് പറഞ്ഞല്ലോ, ഇസ്മായിൽ അല്ലേ, നിന്നെ അറുക്കാനാണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് നീ പോവേണ്ടെന്ന് പറഞ്ഞു പിന്തിരിപ്പിക്കാൻ പല അടവുകളും നടത്തിയല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇസ്മായിൽ നബി അതിന് കൂട്ട നിന്നില്ലല്ലോ, കല്ലെടുത്തെറിഞ്ഞല്ലോ. ഇബ്രാഹിം നബിയും കല്ലെടുത്തെറിഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവനെ ആട്ടി ഓടിച്ചല്ലോ. അതിന്റെ സ്മരണ എന്നോണമല്ലേ ഹാജിമാർ മിനയിൽ കല്ലെറിയുന്നത്. ഇന്ന് അറഫാ സംഗമം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ
അവരല്ലേ ജംറകളിൽ എറിയലല്ലേ, മുസ്ദലിഫയിൽ രാപ്പാർക്കലല്ലേ. ഈ കാണുന്ന നമ്മുടെ ഈ ഭാഗത്ത്, നമ്മുടെ പിൻഭാഗത്ത് കാണുന്ന അറഫ സംഗമം, അത് വലിയ ഒരു സംഗമമല്ലേ, മഹ്ശറയല്ലേ അത് ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും പറഞ്ഞുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറയല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്. അല്ലാഹുവേ റഹ്മാനേ, ആ ഒരു മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടുമ്പോ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ, അവിടെ നീ ഞങ്ങളെ ജയിപ്പിക്കണേ റഹ്മാനെ, പരാജിതരിൽ ഉൾപ്പെടുത്തരുതേ അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ, ആഴം ഖബറിലല്ലേ. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ, ആഴം ഖബറിലല്ലേ. ജല്ല ജലാലല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ല, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജനിച്ചാൽ മരണമുണ്ട്. അമ്പിയാക്കളും ഔലിയാക്കന്മാരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം ഈ അറഫ സംഗമത്തിന്റെ തുടക്കം കുറിച്ച ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും വിട പറഞ്ഞു പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും, അതുപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും, അതുപോലെ ഒരുപാട് അമ്പിയാക്കൾ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ഇവരെല്ലാം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മളും മരിക്കേണ്ടവരാണ്, നമ്മളും ആ ഖബറിലേക്ക് പോകേണ്ടവരാണ്. ആ ഒരു ബോധത്തോടുകൂടെ, ആ ഒരു ചിന്തയോടുകൂടെയാണ് ഓരോ സെക്കൻഡുകളിലും നമ്മൾ നിലനിൽക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. നമ്മളെ ബഹുമാനപ്പെട്ട BSK തങ്ങളുടെ പൊന്നുമോൻ ഇന്ന് രാവിലെ ജുമയുടെ മുമ്പ് എടവണ്ണപ്പാറയിൽ റോട്ടിലൂടെ ബൈക്കുമായി പോകുമ്പോൾ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് മരിച്ചുപോയി. 17 വയസ്സല്ലേ ആ പൊന്നുമോനുള്ളത്. കോടങ്ങാട് ദർസിൽ പഠിക്കുന്ന പൊന്നുമോൻ, മുതഅല്ലിമായ സയ്യിദായ ബഹുമാനപ്പെട്ട BSK തങ്ങളെന്ന് നമുക്കറിയാം, വിനയത്തോടുകൂടെ ജീവിക്കുന്ന വലിയ മഹാനല്ലയോ. അല്ലാഹുവേ, ആ വലിയ മനുഷ്യന്റെ പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ചെറിയ പ്രായമല്ലേ, പ്രായപരിധി ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് പ്രായമില്ലല്ലോ. അല്ലാഹുവേ, ആ പൊന്നുമോന് ഖബറിൽ സ്വർഗ്ഗം നൽകണേ അല്ലാഹുവേ, ആ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനേ, ബഹുമാനപ്പെട്ട തങ്ങൾക്കും അതുപോലെ അവരുടെ ഉമ്മക്കും അവരുടെ കുടുംബത്തിനെല്ലാം നീ ക്ഷമ നൽകണേ റബ്ബേ, ക്ഷമ നൽകണേ ക്ഷമ നൽകണേ റബ്ബേ. അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹുവേ. നിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവേ രക്തത്തിൽ പിറന്ന സയ്യിദായ ഒരു മോനാ അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകണേ അവരുടെ ദറജ കൂട്ടി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്ന്, കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, അതുപോലെ ആ ദിവസം അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ കുറഞ്ഞ ദിവസം മുമ്പ് ഒരു 9 വയസ്സുള്ള ഒരു മോൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. അങ്ങനെ എത്ര ആളുകളാ ചെറിയ ചെറിയ മക്കളൊക്കെ എത്ര പെട്ടെന്നാ മരിച്ചു പോകുന്നത്. അപകടങ്ങളിൽ പെട്ടുകൊണ്ട്, മുങ്ങി മരിച്ചുകൊണ്ട്, അങ്ങനെ പല പ്രയാസങ്ങളിലും പെട്ടുകൊണ്ട് മരിച്ചു പോകുന്നു. ഞങ്ങളെ മക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. ഇത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ പ്രാർത്ഥിച്ചാൽ
ഉത്തരം കിട്ടുന്ന സമയമാണല്ലോ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണയല്ല, ആരോഗ്യം നൽകണയല്ല, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറുമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ. എന്തായാലും നമ്മൾ മരിക്കും, ഉറപ്പാ. മരണം എന്തായാലും ഉറപ്പാണ്, അല്ലേ? മരിക്കാതെ ബാക്കിയിരിക്കുകയായിരുന്നെങ്കിൽ ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാക്കി ഉണ്ടാവണമായിരുന്നു. ഇല്ലല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലവിടെ ഉത്തമരോരല്ലേ. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാ. എല്ലാവരും വിട പറയുമല്ലോ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചാരത്തും മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം കടന്നു വരുമെന്ന ബോധത്തോടെ ഈ ഒരു അറഫ സംഗമത്തിന്റെ സ്ഥലം കാണുമ്പോ മഹ്ശറയാണ് നമ്മൾ ഓർക്കേണ്ടത്. നാളെ മഹ്ശറയിൽ നമ്മളെല്ലാം എത്തുമല്ലോ. ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിച്ചവരായി നമ്മൾ മാറി അവിടെ വിജയം കൈവരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ ജീവിതത്തിൽ ഇന്നീതാ പള്ളിക്കാട്ടിൽ, നാളെ മഹ്ശറയിൽ നാഥന്റെ ജയിലറയിൽ. നോക്കി നിങ്ങൾ, അല്ലേ? ആ പൊന്നതങ്ങൾ ഇന്നലെ ദർസിൽ നിന്ന്, ലീവിൽ നിന്ന് തങ്ങള് വീട്ടിലേക്ക് വന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മയ്യത്തായ ഖബറിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ദീർഘായുസ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. എത്ര ആളുകൾ അങ്ങനെ. ഇന്നലെ നമ്മളെ കൂടെയുള്ള പലരും ഇന്ന് ഖബറിലല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മളെ കൂടെയുള്ളവർ ഖബറിലല്ലേ? അതാണ് ഇന്നലെ ഇന്നീതാ പള്ളിക്കാട്ടിൽ, നാളെ മഹ്ശറയിൽ. ഇതാ കാണുന്നത് പോലെ, ഈ അറഫ സംഗമം കാണുന്നത് പോലെ നാളെ മഹ്ശറ ഓർക്കണമെന്നാ മഹാന്മാര് പറയുന്നത്. നാളെ മഹ്ശറയിൽ നാഥന്റെ ജയിലറയിൽ. അല്ലാഹ്, നിന്റെ ജയിലറയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ, നിന്റെ കോടതിയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അതിനുവേണ്ടിയാണ് വളരെ മർമ്മപ്രധാനപ്പെട്ട ദിക്ർ നമ്മൾ ചൊല്ലുകയാണ്. അറഫ രാവിലും അത് അറഫ ദിവസത്തിലും നമ്മൾ ചൊല്ലേണ്ട ദിക്റല്ലേ? എല്ലാവരും ഒന്ന് ചൊല്ലണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൗദ അസീസ് ഉസ്താദെ, മകൻ ഇന്നത്തേക്ക് 23 വയസ്സ് പൂർത്തിയായി. മകൻ ആരോഗ്യമുള്ള ദീർഘായുസിന് ദുആ ചെയ്യണം. അല്ലാഹുവേ, അവർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ പല മുറാദുകൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മകൾക്ക് പുതിയാപ്പിള ശരിയായിട്ടുണ്ട്, ഖൈറായ രീതിയിൽ കല്യാണം നടക്കാൻ അല്ലാഹുവേ ഖൈറായ നിലക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. നല്ല നിലക്ക് നടത്തി കൊടുക്കണേ അല്ലാ. അതിനുള്ള സാമ്പത്തികം അവർക്ക് നൽകണേ അല്ലാ.
പിന്നെ അതുപോലെ അഫ്നാൻ അല്ലെ, അതുപോലെ തന്നെ റൈഹാനത്ത്, അതുപോലെ ഷാമിൽ, അതുപോലെ അക്കു ഒരുപാട് കടമുണ്ട്. അല്ലാഹുവേ അവരുടെ കടം വീട്ടി കൊടുക്കണേ അല്ലാ, കടം വീട്ടി കൊടുക്കണേ റബ്ബേ. സൗജത്ത്, അതുപോലെ അഫ്സൽ വ്ലോഗ്, സഫലൂസ്, അതുപോലെ തന്നെ സമീറ അൻവർ കടം വീടാൻ. അല്ലാഹുവേ അവരുടെ കടം വീട്ടി കൊടുക്കണേ റബ്ബേ. ഇഷാ പർവീൻ 8 മാസം ഗർഭിണിയാണ്, ദുആ ചെയ്യണം അല്ലാഹുവേ അവർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ, സുഖപ്രസവം നൽകണേ അല്ലാ. മുഹമ്മദ് കുട്ടി എന്നവർ സഹോദരന് കല്യാണം പെട്ടെന്ന് ശരിയാവാൻ, സ്വാലിഹായ ഭാര്യയെ കിട്ടാനും ദുആ ചെയ്യണം അല്ലാഹുവേ അവർക്ക് നീ സ്വാലിഹീങ്ങളായ ഇണകൾ അല്ലാഹുവേ സ്വാലിഹത്തായ ഇണയെ ചേർത്തി കൊടുക്കണേ റബ്ബേ. അതുപോലെ റഹ്മാനേ അവർക്ക് നല്ല കുടുംബ ജീവിതം നൽകണേ അല്ലാ. ഉസ്താദേ ഹാഷിം നസ്നി ഉസ്താദേ രോഗം മാറ്റാൻ വസിയത്ത്. അല്ലാഹു അവർക്ക് രോഗത്തിന് ശിഫ നൽകണേ അല്ലാ, രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. ഷഹനാസ് ലോക മക്കൾ സ്വാലിഹാകാൻ അല്ലാഹുവേ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മുഹമ്മദ് ഉബൈസ് എന്നവരുടെ ജോലിയിൽ ബറക്കത്ത് ഉണ്ടാവാൻ അല്ലാഹു ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ സ്വാബിർ മഞ്ചേരി ഉസ്താദ്, മുസ്താഫ് കൊട്ടോൽ ജോലിയിൽ എല്ലാവരുടെയും ജോലി ഇല്ലാതെ വിഷമത്തിൽ അല്ലാഹുവേ അവർക്ക് ജോലി കൊടുക്കല്ല. അല്ലാഹുവേ റസൽ മുഹമ്മദ് ഉസ്താദ് ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അബ്ദുള്ള എനിക്ക് ദുആ ചെയ്യണം അല്ലാഹുവേ അവർക്ക് നീ അവർ ഉദ്ദേശം നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യും. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും നല്ലതുപോലെ ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. നാളെ നോമ്പുണ്ടല്ലോ, നാളെയാണല്ലോ നമ്മുടെ അറഫ, നാളത്തെ പകലിലാണല്ലോ നോമ്പ് സുന്നത്തുള്ളത്. പ്രിയപ്പെട്ടവരെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ടല്ലോ, യുകഫിറു സനത്തല്ലതി അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നുവല്ലോ കഴിഞ്ഞ ഒരു വർഷത്തെ പവർക്കും തൗഫീഖ് നൽകണേ റബ്ബേ. ഇതുപോലെ റഹ്മാനേ ഒരു അറഫ സംഗമത്തിൽ ഞങ്ങൾ ഇവിടെ കാണുന്നത് പോലെ അല്ലാഹുവേ ഈ മലമുകളിൽ അറഫ മൈതാനത്തും അല്ലാഹുവേ റഹ്മാനേ ഒന്ന് അല്ലാഹ് യാ അല്ലാഹ് യാ റഹീം യാ വദൂദ്. അല്ലാഹുവേ റഹ്മാനേ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ, പാപികളാണല്ലോ. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് പൊറുക്കണയല്ല. ഇൻഷാ അല്ലാഹ് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഈ രാവിൽ പ്രധാനമായി ചൊല്ലേണ്ട ദിക്റാണ്. എല്ലാവരും ചൊല്ലുക ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വായിക്കും. ഇൻഷാ അല്ലാഹ് കൈവന്റെ പരമാവധി എല്ലാം വായിച്ച് അവസാനം ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കേൾക്കണം. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ദിവസമാണ് നാളെ. ആരും ദുആയിലേക്ക് കടക്കാതെ നാളെ സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ ഓതിയിട്ട് റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ഒരാൾ പ്രാർത്ഥന നടത്തിയാൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമല്ലോ. അല്ലാഹുവേ നാളെ
ഒരാള് നാളത്തെ പകലിൽ ഒരാള് 1000 ഖുൽ ഹുവല്ലാഹു അഹദ് 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നതെന്തോ അവൻ അല്ലാഹു നൽകുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഇഖ്ലാസ് ഓതി നോക്കണം, എല്ലാവരും ഓതുക. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട്, എല്ലാവരും കൂടെ ഓതണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് എഴുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം വായിച്ച് നമ്മൾ ദുആ ചെയ്യട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, എല്ലാവരും കൂടെ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസുഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസുഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. പെരുന്നാളാണ്, ബലിപെരുന്നാളാണ് വരുന്നത്, അറഫാ ദിനവാ വരുന്നത്. ആവശ്യമില്ലാതെ അങ്ങാടികളിലൂടെ കറങ്ങി നടക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല ദിവസമാ. നാളത്തെ പകലും നാളത്തെ രാവും പ്രത്യേകതയുണ്ട്, പെരുന്നാൾ രാവിന് പ്രത്യേകതയുണ്ട്, ദുആഇന് ഉത്തരമാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ കറങ്ങി കളിക്കരുത്. ദിക്റുകളും സ്വലാത്തുകളും സമർപ്പിക്കണേ, ഖുർആൻ ഓതണേ, നിസ്കരിക്കണേ. എന്നാൽ ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുമല്ലോ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ബലിപെരുന്നാളിന് വേണ്ടി ഡ്രസ് എടുക്കുമ്പോ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള റബ്ബിനിഷ്ടമുള്ള തഖ്വയുടെ വസ്ത്രമില്ലേ, ലിബാസു തഖ്വ, അതാണ് കേട്ടോ ഖൈറുള്ള വസ്ത്രം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഔറത്ത് മറക്കാത്ത ശരീരത്തിന്റെ മാംസളഭാഗങ്ങൾ കാണുന്ന വസ്ത്രങ്ങളില്ലേ, അത് വാങ്ങരുതേ. അല്ലാഹുവിന്റെ പൊരുത്തമുള്ള വസ്ത്രങ്ങൾ വാങ്ങി, അല്ലാഹുവിന് ഇഷ്ടമുള്ള വസ്ത്രങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അല്ലാഹുവിന്റെ പൊരുത്തമുള്ള വസ്ത്രങ്ങൾ വാങ്ങുക, എന്നിട്ടത് ധരിക്കുക. അതുപോലെ തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനല്ലേ, എവിടെയും കേൾക്കുന്നത്, ബാങ്കിലൂടെ കേൾക്കുന്നതും അല്ലാഹു അക്ബർ തന്നെയാണ്. നിസ്കാരത്തിലും നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയും കേൾക്കുന്നത് തക്ബീറാണ്. ഇന്ന് അറഫാ സംഗമത്തിൽ സഊദിയിൽ അവിടെ അറഫയിൽ എന്തൊരു തക്ബീറാ, അല്ലാഹുവിന്റെ പേര് തന്നെയല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇനി നാളെ നമ്മൾ സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ തുടങ്ങുമല്ലോ, അയ്യാമുൽ തശ്രീഖ് കഴിയുന്നതുവരെ, അയ്യാമുൽ തശ്രീഖ് കഴിയുന്നതുവരെ നമ്മൾ ചൊല്ലുമല്ലോ, പള്ളികളിൽ നിന്നും അല്ലാതെയും. അതുപോലെ തന്നെ ഈ മാസം 1 മുതൽ നമ്മൾ ചൊല്ലിയില്ലേ, മൃഗങ്ങളെ കാണുമ്പോ, ഉദ്ഹിയത്തിന്റെ മൃഗങ്ങളെ കാണുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു
അല്ലാഹു അക്ബർ അല്ലേ? അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു വലിയവനാ, അല്ലാഹു വലിയവനാ. എത്ര സ്ഥാനമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും എന്തൊക്കെ കയ്യിലുണ്ടെങ്കിലും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇതായി കാണുന്ന അറഫ മൈതാനത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക അല്ലേ? എന്നിട്ട് അവർ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അല്ലേ? നാളെ അവർ പറയുന്നത്, നമ്മൾ പറയുന്നത്, അവര് പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ നാമമല്ലേ, അല്ലാഹുവിന്റെ പേരല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര പണമുണ്ടെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും എത്ര വലിയ സംവിധാനത്തിലാണെങ്കിലും എത്ര വലിയ സൗകര്യങ്ങളിലാണെങ്കിലും അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലുത്. നിങ്ങൾ കണ്ടോ? വസ്ത്രധാരികളായി അല്ലേ അറഫയിൽ സംഗമിക്കുമ്പോ എന്തൊരു വെള്ള വസ്ത്രമാ, രണ്ട് തുണിയല്ലേ അവർക്കുള്ളൂ. ഏത് പണമുള്ളവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ചുറ്റുതുന്നിയ വസ്ത്രം അവർക്ക് പാടില്ലല്ലോ. ഇഹ്റാമിലിരിക്കുമ്പോ, ഹജ്ജിന്റെയും ഉംറയുടെയും ഇഹ്റാമിലിരിക്കുന്ന സമയത്ത് ഒരാൾക്കും ആ വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും രണ്ട് വസ്ത്രമാ, രണ്ട് തുണിയല്ലേ ആണിലുള്ളത്. തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ലല്ലോ. അവരാ വെള്ള വസ്ത്രം ഇങ്ങനെ ധരിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതെന്തൊരു മഹ്ശറയാണ് ഓർമ്മിപ്പിക്കുന്നത്, നാളത്തെ മഹ്ശറയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നതെന്ന് ത്വാഹ റസൂലുള്ളാഹി. പണമുള്ളവനും പണമില്ലാത്തവനും അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ കറുത്തവനും വെളുത്തവനും എല്ലാം ഒന്നു തന്നെയാണെന്ന് അല്ലാഹു ആ സംഗമത്തിൽ നിന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയല്ലേ. അല്ലാഹുവേ, ആ സംഗമ ഭൂമിയിൽ ചെല്ലുവാൻ ഇതിൽ കേൾക്കുന്ന എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അറഫ ദിനം അത്രത്തോളം പ്രത്യേകതയുള്ളതാണ്. പിശാചുക്കൾ ഓടിക്കളിച്ചിലാകുന്ന ദിവസമാണ്. പാപങ്ങൾ അല്ലാഹു പുറത്തുകൊണ്ടേയിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ധാരാളം അമൽ ചെയ്യണേ. കുറച്ചുകൂടെ നമ്മൾ ആ ദിക്ർ ചൊല്ലുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. ജല്ല ജലാലമല്ലാഹ്, ജയമിന്നിൽ മാത്രമല്ല, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. അല്ലാഹുവേ, നിന്റെ ഖുദ്റത്ത് കൊണ്ടാണ് ഈ ജീവൻ നൽകിയത്, നിന്റെ കഴിവ് കൊണ്ടാണ് ഈ ജീവിക്കുന്നത്. നീ തന്നെ ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുമല്ലോ റബ്ബേ. അല്ലാഹുവേ, ആ മരണമെന്ന ബോധം, ആ ഒരു ഓർമ്മ ഞങ്ങൾക്ക് 24 മണിക്കൂറിലും തരണേ അല്ലാഹ്. ബോധമുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് മരിക്കുമെന്ന ബോധം നൽകണേ റബ്ബേ. ആ ഒരു ചിന്ത ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. മുത്തുനബിയുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, അവിടെ എത്തിക്കാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അല്ലാഹുവേ. ഈ കാണുന്ന അറഫ മൈതാനത്ത് അല്ലാഹ് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, പുണ്യനബിയുടെ തിരുറൗളയുടെ ചാരത്തും ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. لا إله إلا الله لا
ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബിയുടെ ചാരയൊന്ന് എത്തിക്കണേ റഹീമേ മുത്തിനോട് നേരിലൊന്ന് സലാമുകൾ നീ ചേർക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഴീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا ربي وفقنا لكل الخير وحميديننا واجد بما ترضى به بشيخ شمس العلماء والطف بنا واسمح ووسع رزقنا يا ربنا بمخرج عليقة بفضل شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله واكشف أذانا واعف وامنح بالشفاء وعافنا عن الأطباء أغننا بفضل شمس العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يعلم يا أمة سيدنا محمد എല്ലാവരും നല്ലതുപോലെ ആമീൻ പറയുക എല്ലാവരും ദുആ ചെയ്യും ഇൻഷാല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും എല്ലാവരും ആമീൻ പറയും എല്ലാവരും നമ്മൾ ദുആ ചെയ്യും എല്ലാവരും ആവശ്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ തട്ടിക്കളയരുതേ അല്ലാഹ് അല്ലാഹുവേ അറഫയുടെ രാവാണല്ലോ റബ്ബേ അറഫ സംഗമം നടന്ന രാവാണല്ലോ അല്ലാഹ് അല്ലാഹു ഞങ്ങളിലേക്ക് നാളെ അറഫ കടന്നു വരുന്നുണ്ടല്ലോ അല്ലാഹ് അറഫ ദിനം വരുന്നുണ്ടല്ലോ റബ്ബേ അറഫ രാവാണല്ലോ നീ സ്വീകരിക്കണേ അല്ലാഹ് ഖബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ റബ്ബേ യാ അല്ലാഹ് സാലിഹാവാനും അതുപോലെ ഞങ്ങൾക്ക് തഖ്വയുള്ള ജീവിതം കിട്ടാനും വേണ്ടി ദുആ ചെയ്യണേ എന്ന് നൂറേ മദീന പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അവർക്ക് അല്ലാഹുവേ തഖ്വയുള്ള ജീവിതം നൽകണേ അല്ലാഹ് സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ അതുപോലെ അനുജൻ ഖത്തറിൽ നിന്ന് ജലാലു എന്താ
ജയിൽ ഉള്ളത് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാൻ അല്ലാഹുവേ അവർക്ക് പെട്ടെന്ന് നാട്ടിൽ വരാനുള്ള ഒരു സാഹചര്യം നൽകണേ അല്ലാഹ്. അതുപോലെ നൂർജഹാൻ ഷൗക്കത്ത് അലി എന്നവർ എന്താ മോന്റെ കാലുമ്മലുള്ള വലിയ പാട് മാറാൻ അല്ലാഹുവേ അത് മാറ്റിക്കൊടുക്കണേ റബ്ബേ. അസുഖമാണെങ്കിൽ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, പ്രയാസം മാറ്റിക്കൊടുക്കണേ റബ്ബേ. അതുപോലെ അബ്ബാസ് ബുഷ്റ എന്നവർ മകൾ സ്വാലിഹാവാൻ അല്ലാഹുവേ അവരെ മകളെ നീ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. അതുപോലെ ആയിഷ ജബ്ബാർ എന്നവർ എത്രയും പെട്ടെന്ന് ഹജ്ജും ഉംറയും ചെയ്യുവാൻ അല്ലാഹുവേ അവർക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അതുപോലെ റിൻഷിയ മുനീർ കടമുണ്ട് ഉസ്താദേ ദുആ ചെയ്യണേ അല്ലാഹു അവരെ കടം വീട്ടി കൊടുക്കണേ റബ്ബേ, കടം വീട്ടി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ അബ്ബാസ് ബുഷ്റ എന്നവർ ആൺകുട്ടി ഉണ്ടാവാൻ അല്ലാഹു അവർക്ക് ആൺകുഞ്ഞിനെ നൽകണേ റബ്ബേ. അറഫ രാവാണല്ലോ റബ്ബേ, ആൺകുഞ്ഞിനെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മുഹമ്മദ് ഇയാസ് ഇച്ചു എന്നവർ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, അവരുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ അസുഖങ്ങളിൽ നിന്നും ശിഫ നൽകണം, ദുആ ചെയ്യണം ഉസ്താദേ എന്ന് RA ബ്ലോഗിൽ നിന്ന് അല്ലാഹുവേ അവരുടെ എന്ത് അസുഖമാണെങ്കിലും ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ ദുആയിൽ ഉൾപ്പെടുത്താൻ അതുപോലെ ഒരുപാട് കടമുണ്ട് വീടാൻ അല്ലാഹുവേ, കടം വീട്ടി കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ അല്ലാഹുവേ ഐസാഹിറിൻ ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ബർക്കത്ത് നൽകണേ റബ്ബേ അല്ലാഹുവേ റഹ്മാനേ. അതുപോലെ തന്നെ റനായിക്ക് ഗർഭിണിയാണ്, 9 മാസമാണ് സുഖപ്രസവമാവാൻ അല്ലാഹു അവർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ, സുഖപ്രസവം നൽകണേ അല്ലാഹ്. അതുപോലെ റസീന എന്നവർ മനസ്സിന്റെ സമാധാനം ഉണ്ടാവാൻ അല്ലാഹു അവർക്ക് മനസ്സിന്റെ സമാധാനം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ റബ്ബേ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് സമാധാനം നൽകണേ അല്ലാഹ്. അതുപോലെ ഹാഷിം നാസിനി ഉസ്താദേ മുംതാസ്, അതുപോലെ അബ്ദുള്ള മകന് ചാലിനായ സ്വാലിഹായ ഒരു വേദന എന്താ വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്വാലിഹായ ഒരു വധുവിനെ കിട്ടാനില്ലേ? ഓക്കെ. അല്ലാഹു അവർക്ക് നീ സ്വാലിഹായ ഇണയെ ചേർത്തി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ മുനീറായ എന്നവർ ദുആയിൽ ഉൾപ്പെടുത്തണം അല്ലാഹു, അവരുടെ മുറാദ് ഹാസിലാക്കണേ റബ്ബേ. അതുപോലെ തന്നെ എന്റെ മൂത്ത മകനെ നമസ്കാരം നിലനിർത്താൻ അല്ലാഹു അവന്റെ നിസ്കാരം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്, നിസ്കരിക്കാനുള്ള താല്പര്യം നൽകണേ അല്ലാഹ്. അതുപോലെ ഹജ്ജും ഉംറയും ചെയ്യുവാൻ ഭാഗ്യം കിട്ടാൻ വേണ്ടി അല്ലാഹുവേ അവർക്ക് ഹജ്ജും ഉംറയും ചെയ്യുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ കളഞ്ഞുപോയ പൈസ കിട്ടാൻ വേണ്ടി അതിൽ സ്വർണ്ണമുണ്ടായിരുന്നു അല്ലാഹുവേ തിരിച്ചു നൽകണേ റബ്ബേ, തിരിച്ചു നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ മരിച്ചവർ ഉമ്മ ഉപ്പാങ്ങൾക്കും അവരുടെ ബർസഖിയായ ജീവിതം റാഹത്താവാനും അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ തങ്ങൾ വീട്ടി ദുആ ചെയ്യണം ഉസ്താദ്, അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ, ഹാസിലാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ ബുഷ്ര എന്നവർ ബാദുഷാ എന്നവർ ഹജ്ജിന് പോവാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. റാഫിയ നസ്രിൻ കടം വീടാൻ ദുആ ചെയ്യണം അല്ലാഹുവേ, കടം വീട്ടി കൊടുക്കണേ റബ്ബേ. ആരി എന്നവർ കടം വീടാൻ അല്ലാഹ്, കടം വീട്ടി കൊടുക്കണേ അല്ലാഹ്. മനസ്സിന്റെ പേടി മാറാൻ പേടി മാറ്റി കൊടുക്കണേ റബ്ബേ. അതുപോലെ ശരൻ ശിബില ഭർത്താവിന്റെ കടം വീടാൻ അല്ലാഹ്, കടം വീട്ടി കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ. വീടിന് വേണ്ടി വീട് നൽകണേ അല്ലാഹ്. മോനുസേ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യണം അല്ലാഹുവേ, ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. 17 കൊല്ലമായി മക്കളില്ല, മക്കളുണ്ടാവാൻ അല്ലാഹ് മക്കളെ നൽകണേ റബ്ബേ. കുടുംബത്തിൽ ബറക്കത്തുണ്ടാവാൻ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആബിദ് എന്നവർ വീട് കിട്ടാൻ വീട് നൽകണേ റബ്ബേ. അതുപോലെ സ്വാലിഹായ മക്കളെയും നൽകണേ അല്ലാഹ്, അല്ലാഹുവേ. അതുപോലെ അഷ്റഫ് എന്നവർ സമീറ ദുആ ചെയ്യണം അല്ലാഹുവേ, അവർക്ക് ഖൈർ നൽകണേ റബ്ബേ. അതുപോലെ മദീനയിലെ മാണിക്യം എന്നതിൽ നിന്ന് അതുപോലെ മുസ്തഫ SP സാപ്പസ് മുസ്തഫ അല്ലേ, അതുപോലെ ഫാത്തി മരിക്കുന്ന സമയത്ത്
ഹാപ്പി ബർത്ത്ഡേ, എന്താ നന്നാവാനും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാവാൻ അല്ലാഹുവേ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. മരണസമയത്ത് ഈമാൻ നൽകണേ അല്ലാഹ്. അതുപോലെ ബുശ്ര പുല്ലാനി എന്നവർ ഞങ്ങളുടെ എല്ലാവരുടെയും അസുഖം മാറാൻ അസുഖം മാറ്റിക്കൊടു. എല്ലാവർക്കും അസുഖമാണല്ലോ, അല്ലാഹുവേ അസുഖം മാറ്റിക്കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ സലീം ഷെയ്ഖ് എന്നവർ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. മക്കള് സ്വാലിഹാവാൻ ഷമി എന്നവർ അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ മോൻ ചീത്ത കൂട്ടുകെട്ടിൽ പോവാതിരിക്കാൻ ബുശ്ര എന്നവർ അല്ലാഹുവേ അവരുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്, നല്ല കൂട്ടുകെട്ട് നൽകണേ റബ്ബേ. അതുപോലെ നജ്വ പീട്ടി എന്നവർ ഇപ്പ മരിച്ചുപോയി, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ ജമീല എന്നവർ സ്വാലിഹത്തായ മക്കളാവാൻ നല്ല മക്കളെ നൽകണേ റബ്ബേ. അല്ലാഹനെ പേടിക്കുന്ന മക്കളെ ഞങ്ങൾക്കും അവർക്കും നൽകണേ അല്ലാഹ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും അസുഖം മാറാൻ അസുഖം മാറ്റിക്കൊടുക്കണേ റബ്ബേ, അസുഖം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇത് നല്ല രാവാണല്ലോ അല്ലാഹുവേ, അറഫയുടെ രാവല്ലേ, നീ നൽകണേ അല്ലാഹ്. ഷമി മുസ്തഫ മക്കൾ സ്വാലിഹാവാൻ സ്വാലിഹായി കൊടുക്കണേ റബ്ബേ. അതുപോലെ ഹനീന കടം വീടാൻ അല്ലാഹുവേ കടം വീട്ടി കൊടുക്കണേ റബ്ബേ. സദ്ദീഖ് മാനൂർ 10 വർഷമായി ഉസ്താദ് തളർന്നു കിടക്കുന്നു റബ്ബേ, തളർച്ച മാറ്റി കൊടുക്കണേ അല്ലാഹ്, തളർച്ച മാറ്റി കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ സിനാൻ എഫ് മക്കള് സ്വാലിഹീങ്ങളാവാൻ അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ മകൻ ഖുർആൻ ഓതാൻ പഠിക്കാനും അല്ലാഹുവേ നല്ലപോലെ ഖുർആൻ ഓതാനുള്ള കഴിവ് അവരുടെ മക്കൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ വലത്തെ കൈക്ക് കടച്ചിലാണ്, ശിഫയാകാൻ നജ്വ എന്നവർ അല്ലാഹ് ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഷംസി മുസ്തഫ മക്കൾ സ്വാലിഹാവാൻ, അതുപോലെ ഷംസി മുസ്തഫ മക്കൾ സ്വാലിഹാവാൻ, ആമിന അമാന ഇസ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ ബർക്കത്ത് നൽകണേ റബ്ബേ. അതുപോലെ തന്നെ അല്ലാഹുവേ സീനത്തബു മകൾക്ക് വിശേഷമുണ്ട്, സ്വാലിഹായ സന്താനം ഉണ്ടാവാൻ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. അതുപോലെ അൻഷാൻ ഷാഹിക്ക് ഐശ്വര്യമുള്ള കുടുംബമാവാൻ നല്ല കുടുംബം കൊടുക്കണേ റബ്ബേ. മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്, മോനിക്ക് നല്ല ജോലിയും കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ കെഎം എന്നവർ അതുപോലെ നിലാബ് സ്റ്റാറ്റസ് എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാവാൻ നന്നാക്കി കൊടുക്കണേ റബ്ബേ. സ്വാലിഹീങ്ങളാവാൻ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മരിച്ചവർക്ക് ഖൈർ അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ മക്കൾ സ്വാലിഹാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വായിക്കുന്നില്ല. അവരെല്ലാം നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹുവേ ഒരേ ദുആ പലരും ദുആ ചെയ്തിട്ടുണ്ട്, അവർക്കെല്ലാം റബ്ബേ അർഹമായത് നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമു ഉണ്ടാവാൻ അല്ലാഹ് നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. ശിഹാബുദ്ദീൻ നിസാമി എന്നവർ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ അല്ലാഹുവേ ഹലാലായ മുറാദുകളെല്ലാം ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ നെഹ മുജീബ് എന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫാരിഷ ശംസുദ്ദീൻ മക്കൾ സ്വാലിഹാവാൻ സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ഭർത്താവിന്റെ ഷുഗർ നോർമലാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ റബ്ബേ റഷീദ് പിലാക്കൽ ഭർത്താവിന്റെ ഷുഗർ അത് പറഞ്ഞു. സീനത്തബു കടം വീട്ടാൻ അല്ലാഹ് കടം വീട്ടി കൊടുക്കണേ റബ്ബേ. രോഗത്തിന് ശിഫ കിട്ടാൻ ആഖിബത്ത് നന്നാവാൻ അല്ലാഹുവേ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അനിന എന്റെ ഉമ്മാക്ക് കാലിന് അസുഖമാണ്, ശിഫ കൊടുക്കണേ റബ്ബേ. ഷഹനാഷാൻ വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഐഷ ജബ്ബാർ മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹു മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഭർത്താവിന്റെ കടം വീട്ടി കൊടുക്കണേ അല്ലാഹ്. ഉമ്മ ഉപ്പ സഹോദരൻ മരണപ്പെട്ടു അല്ലാഹു അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവർക്ക് മഗ്ഫിറത്തും അല്ലാഹുവേ മർഹമത്ത് നൽകണേ അല്ലാഹ്. ജമീല മോനെ
മുഹിമ്മാത്തിൽ പഠിക്കുന്ന മോനുണ്ട്. അല്ലാഹുവേ സ്വാലിഹായ മോനാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ശിഹാസലി റൈഹാനത്തിലെ അങ്ങനെ ഓരോരുത്തരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹുവേ സാലിം എന്നവർ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അവർക്ക് സന്താനം നൽകണേ റബ്ബേ. സ്വാലിഹീങ്ങളായ സന്താനം നൽകണേ അല്ലാ. ഹഫീൽ എന്നവർ കടം വീടാൻ അല്ലാഹുവേ അവരുടെ കടം വീട്ടി കൊടുക്കണേ റബ്ബേ. കടം വീട്ടണേ അല്ലാ. ഇതിൽ ഞാൻ ഏതെങ്കിലും വായിക്കാത്തതുണ്ടെങ്കിൽ അല്ലാഹു അവരെന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം നൽകണേ അല്ലാ. ഹന്നാസ് എന്നതിൽ നിന്ന് കടങ്ങൾ വീട്ടാൻ കടം വീട്ടിക്കൊടുക്കണേ റബ്ബേ. ഹഫീൽ വേൾഡ് എന്നതിൽ നിന്ന് 8 മാസമായി സ്വാലിഹത്തായ ഒരു പെൺകുട്ടി ഉണ്ടാവാനല്ലാ. സ്വാലിഹത്തായ ഒരു പെൺകുഞ്ഞിനെ തന്നെ അവർക്ക് നൽകണേ അല്ലാ. അതുപോലെ കടം വീടാനല്ല, കടം വീട്ടിക്കൊടുക്കണേ അല്ല. അതുപോലെ സൽമാ ബീവി ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും രക്ഷപ്പെടുത്താൻ അല്ലാ നല്ല കൂട്ടുകെട്ട് മക്കൾക്ക് നൽകണേ റബ്ബേ. സുബൈദ എന്നവർ നീറ്റ് പരീക്ഷയിൽ ഓർമ്മ കിട്ടാൻ നല്ല ഓർമ്മ കൊടുക്കുകയും എഴുതാനുള്ള കഴിവും കൊടുക്കണേ അല്ല. കടങ്ങൾ വീട്ടാൻ അല്ലാഹു ഈമാൻ കിട്ടി മരിക്കുവാൻ അല്ലാ ഈമാൻ സലാമത്താക്കി തരണേ അല്ല. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്ത് നൽകണേ റബ്ബേ. അല്ലാഹു ഇതുപോലെ ഒരു അറഫയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. സുഹൈല കടങ്ങൾ വീടാൻ വീട്ടിക്കൊടുക്കണേ റബ്ബേ. ഷിഹാസ് അലി അതുപോലെ തന്നെ റഷീദ് കടങ്ങൾ വീടാൻ എന്റെ ഭർത്താവിന്റെ കടം വീടാൻ ഉസ്താദ് ദുആ ചെയ്യണം അല്ലാഹുവേ. കടം വീട്ടിക്കൊടുക്കണേ അല്ലാ. ഷൻസ എന്നവരാണ് അല്ലാഹുവേ കടം വീട്ടിക്കൊടുക്കണേ റബ്ബേ. മുഹമ്മദ് സൈൻ എന്നവർ വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാൻ അല്ലാഹ് അതുപോലെ പലരും അങ്ങനെ പൂർത്തിയാക്കാൻ നിൽക്കുന്നവരുണ്ട്. ഇവരുടേതും അവരുടേതും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ ഫാത്തിമ റഹന ബാപ്പാക്ക് നല്ല ജോലി ശരിയാവാൻ ശരിയാക്കി കൊടുക്കണേ അല്ലാ. കോളോസ് എന്താ ഫാഷൻ ചെലവർ അല്ലെ എന്താ കടം വീടാനല്ല വീട്ടിൽ കൊടുക്കണേ റബ്ബേ. ഷെറിൻ ശിബില മനസ്സിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. റനായിക്ക് ഗർഭിണിയാണ് ഉസ്താദേ ദുആ ചെയ്യണം അല്ലാ. സുഖപ്രസവം നൽകണേ അല്ലാ. അല്ലാഹു ഒരു പ്രയാസവും കൊടുക്കരുതേ റബ്ബേ. അതുപോലെ തന്നെ ഷഹന ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ അല്ലാഹുവേ നല്ല സ്നേഹം അവർക്ക് നൽകണേ റബ്ബേ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹം നൽകുന്ന ഭാര്യ ഭർത്താക്കന്മാരാക്കണേ അല്ലാ. അതുപോലെ തന്നെ വീട്ടിൽ നിറയെ ചിതലാണ് അല്ലാഹുവേ റഹ്മാനേ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അറഫാരാവിന്റെ ബർക്കത്ത് കൊണ്ട് അത് മാറ്റി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ ബർക്കത്ത് നൽകണേ അല്ലാ. മെഹബൂബ് ഇലിയാസ് എന്നവർ മക്കള് നന്നാവാൻ മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. സിനാൻ എന്നവർ ഭർത്താവിന്റെ എന്താ ഖബർ വിശാലമാവാൻ അല്ലാഹുവേ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ അറഫ രാവിലാണല്ലോ നമ്മൾ ദുആ ചെയ്യുന്നത്. വീട് നശിച്ചു പോവാതെ നല്ല നിലക്ക് നിലനിർത്തി കൊടുക്കണേ അല്ലാ. വീട്ടിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ ഐഷ ജബ്ബാർ റൈഹാനത്ത് എന്റെ മകനെ സ്വാലിഹായ ഇണയെ കിട്ടാൻ മകന് സ്വാലിഹായ ഇണയെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഭർത്താവിന്റെ പ്രിയ കൂട്ടുകാരൻ തെങ്ങിൽ നിന്ന് വീണ് പെട്ടെന്ന് മരണപ്പെട്ടു അല്ലാ. അല്ലാഹു ഒരു വയസ്സായ 3 മക്കളുമാണ്. അല്ലാഹുവേ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആ കുടുംബത്തിന് ക്ഷമ നൽകണേ റബ്ബേ. ക്ഷമ നൽകണേ അല്ലാ. അതുപോലെ നമ്മുടെ ബിയസ് കത്തങ്ങളുടെ പൊന്നുമോൻ മരിച്ചുപോയല്ലോ. അല്ലാഹുവേ അവന് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ആ തങ്ങൾക്ക് നീ ആഖിറ ദറജ കൂട്ടി കൊടുക്കണേ റബ്ബേ. തങ്ങളുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാ. ക്ഷമ നൽകണേ റബ്ബേ. ക്ഷമ നൽകണേ അല്ലാ. അതുപോലെ അസ്മ MP എന്നവർ അൻവർ എന്നവർ എന്റെ സഹോദരന്റെ ആക്സിഡന്റ് സംഭവിച്ച് ഓർമ്മസറിയവയുടെ ഹോസ്പിറ്റലാണ്. അങ്ങനെ അല്ലാഹുവേ റഹ്മാനെ ശിഫ കൊടുക്കണേ റബ്ബേ. ശിഫ കൊടുക്കണേ അല്ലാ. ഷൻസ എന്നവർ മുത്തനബിയെ കാണാൻ അല്ലാ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ലൈവിൽ വന്നവർക്കും അവർക്കുമൊക്കെ ആ നബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ. സ്വപ്നത്തിൽ കാണിച്ചു തരണേ റബ്ബേ. സ്വപ്നത്തിൽ കാണിച്ചു തരണേ അല്ലാ.
അതുപോലെ അസ്മ എന്നവർ കടം വീടാൻ കടം വീട്ടി കൊടുക്കണേ റബ്ബേ. ഹസീന എന്നവർ എന്റെ മക്കൾക്ക് ഒരു കുഞ്ഞിന് മകൾക്ക് ഒരു കുഞ്ഞിന് കൊടുക്കാനോ ഒരു കുഞ്ഞിനെ കൊടുക്കാനായിരിക്കും അല്ലെ, നല്ലൊരു കുഞ്ഞിനെ നൽകണേ അല്ലാ. ഹംസ എന്നവർ എന്റെ ഉമ്മ സക്കാരത്തിന്റെ ഹാലിലാണ്, സക്കറാത്തിന്റെ ഹാലിലാണ്. ഈമാൻ സലാമത്താവാൻ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചിരിച്ചുകൊണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അവരെ പെടുത്തണേ റബ്ബേ. മരണമാണ് ഖൈറെങ്കിൽ മരണം നൽകണേ അല്ലാഹ്, ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതം നൽകണേ അല്ലാഹ്. മരിക്കുകയാണെങ്കിൽ റബ്ബേ സന്തോഷത്തോടെ തഹ്ലീൽ ചൊല്ലിയിട്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അവരെ പെടുത്തണേ അല്ലാഹ്. എന്റെ ഉമ്മ അതുപോലെ തന്നെ അസ്മില ഭർത്താവിന്റെ കടം വീടാൻ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ, രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. അല്ലാഹുവേ നാളെ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ എത്തിക്കണേ റബ്ബേ, സ്വർഗ്ഗത്തിൽ എത്തിക്കണേ അല്ലാഹ്. മക്കള് സ്വാലിഹാവാൻ, മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. മുഹമ്മദ് ജമാൽ കണ്ടിയൻ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാൻ, കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. സമ്പത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അതുപോലെ സഹോദരന്റെ കല്യാണം പെട്ടെന്ന് ശരിയാവാൻ അല്ലാഹുവേ മുഹമ്മദ് കുട്ടി എന്നവർ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ റബ്ബേ, പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ മുബീന മുബി ഭർത്താവിന്റെ കടം വീടാനല്ല, ഭർത്താവിന്റെ കടം വീട്ടി കൊടുക്കണേ റബ്ബേ. സുഹൈല രോഗം ശിഫയാവാൻ ശിഫയാക്കണേ അല്ലാഹ്. അതുപോലെ അബ്ദുൽ ഖാദർ ഉസ്താദ് കുറെ കൊല്ലമായി കടം വീടുന്നില്ല ഉസ്താദെ, കടം വീട്ടി കൊടുക്കണേ അല്ലാഹ്. മകൾക്ക് എത്രയും വേഗം കുഞ്ഞുങ്ങളെ അല്ലാഹു കൊടുക്കാനല്ല, മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണേ അല്ലാഹ്. MG ഗാമർ എന്നവരിൽ നിന്ന് അല്ലാഹുവേ കുഞ്ഞുങ്ങളെ നൽകണേ അല്ലാഹ്. ഷിഹാസ് അലി എന്നവർ, അതുപോലെ തന്നെ ഹഫീസ് കടം വീടാനല്ല വീട്ടി കൊടുക്കണേ റബ്ബേ. മോളെ കല്യാണം ശരിയാവാൻ റഷീദ് പിലാക്കൽ, മോളെ കല്യാണം നല്ല റാഹത്തിൽ നടക്കാനുള്ള നല്ല റാഹത്തിൽ നടത്തി കൊടുക്കണേ റബ്ബേ. സമ്പത്തൊന്നും കയ്യിലില്ലെന്ന് പറയുന്നു, സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. നീയാണല്ലോ വലിയവൻ, കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഷറിൻ ശിബില ഉസ്താദെ കച്ചവടത്തിൽ നല്ല ബർക്കത്തുള്ള കൊടുക്കണേ അല്ലാഹ്. മോനെ ഹാഫിളാക്കാൻ ആഗ്രഹമുണ്ട് റബ്ബേ, ഹാഫിളാക്കണേ റബ്ബേ. പനിയുണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഷൻസാന്റെ മക്കള് സ്വാലിഹാവാൻ സ്വാലിഹാക്കണേ അല്ലാഹ്. ബിന്തു ബഷീർ പഠനത്തിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണമെന്നല്ലാഹ്. ബർക്കത്ത് നൽകണേ റബ്ബേ, ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇരാവിന്റെ പ്രത്യേകത കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. മരിക്കുന്നതിന്റെ മുമ്പ് ഹജ്ജ് ഉംറ ചെയ്യുവാൻ വേണ്ടി അല്ലാഹ് തൗഫീഖ് കൊടുക്കണേ റബ്ബേ. മക്കളെ സ്വാലിഹാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹുവേ മലയാളം ഗാമർന്നതിൽ കടം വീടാൻ അല്ലാഹ് കടം വീട്ടി കൊടുക്കണേ റബ്ബേ. മക്കള് നന്നാവാൻ അങ്ങനെ ഒരുപാട് മുറാദുകൾ വെച്ചുകൊണ്ട് പലരും ഇങ്ങനെ ദുആ ചെയ്യാൻ പറയുന്നുണ്ടല്ലോ. എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ മക്കയിൽ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. മുഹമ്മദ് അതുപോലെ നല്ല രീതിയിൽ വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. സ്വാലിഹായ മക്കളുണ്ടാവാൻ മക്കൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. 7 വർഷം പ്രായമുള്ള മകളുടെ ഷുഗർ മാറാനല്ല മാറ്റി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനെ ഷുഗർ മാറ്റണേ അല്ലാഹ്, ഷുഗർ മാറ്റണേ റബ്ബേ. അതുപോലെ സഫൂറ ഉപ്പാന്റെ കാലിലെ മുറി മാറാൻ മാറ്റി കൊടുക്കണേ റബ്ബേ. മുറാദ് ഹസിലാവാൻ മുഹ്സിന എന്നവർ അല്ലാഹ് അവരുടെ മുറാദ് ഹസിലാക്കി കൊടുക്കണേ റബ്ബേ. ഇത് വളരെ പ്രധാനപ്പെട്ട രാവാണല്ലോ. ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട് റബ്ബേ. സല്ലല്ലാഹു വസല്ലമ റബ്ബുന അലാ റസൂലി നബീന മുഹമ്മദിൻ
حبيبنا فكلنا يا ربنا അല്ലാഹുവേ ഒരുപാട് ആളുകൾ പല മുറാദുകൾ വെച്ചുകൊണ്ടും അല്ലാഹു ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ശൈലജ മകൾക്കൊരു ജോലി ശരിയാവാൻ, മകൾക്ക് ജോലി ശരിയാവാൻ ദുആ ചെയ്യണ, ജോലി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ കൊച്ചുമക്കൾക്ക് വേണ്ടിയും അല്ലാഹ് ആ കൊച്ചുമക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളെ വീടുകളിൽ ബർക്കത്ത് ചൊരിയണത്. ഞങ്ങളെല്ലാം വീടുകളിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഉമ്മമാർ പെങ്ങന്മാരെല്ലാം, അതുപോലെ പ്രവാസികൾ, അതുപോലെ പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവർ. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റഫീഖ് യമാനി ഉസ്താദ് ഉസൈക്കും ബിദ്ദുആ അല്ലാഹുവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റബ്ബേ. അതുപോലെ ശരീൻ ശിബില ഉസ്താദേ എനിക്ക് ഒരുപാട് വയറുവേദന മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാൻ, അതുപോലെ എന്റെ കൂട്ടുകാരിയുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണമുള്ള കൂട്ടുകാരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നു. അൽഹംദുലില്ലാഹ്, സ്നേഹമുള്ള കൂട്ടുകാരി അല്ലാഹുവേ ശരീന ശരി എന്നവർ അല്ലാഹുവരുടെ എല്ലാ മുറാദും ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. അതുപോലെ ചുമ മാറാൻ ദുആ ചെയ്യാൻ അല്ലാഹു മാറ്റി കൊടുക്കണേ റബ്ബേ. അതുപോലെ അല്ലാഹുവേ ഉസ്താദ് ദുആ ചെയ്യണ ഏറ്റവും കൂടുതൽ കടയിക്കണിയാണ്, വല്ല കടമുണ്ട് പോലെ അല്ലാഹ് കടം മാറ്റി കൊടുക്കണേ അല്ലാഹ്. കടം മാറ്റണേ റബ്ബേ, കടമില്ലാതെയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കടത്തിലായി ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കരുതേ റബ്ബേ. അല്ലാഹ് അല്ലാഹ് കടമെല്ലാം വീടിയിട്ട് റാഹത്തുള്ള മരണമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാഹുവേ ദീർഘായുസ് നൽകണേ റബ്ബേ. ദീർഘകാലം ദീനിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. ആ മക്കയിലും മദീനയിലും ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നബിയുടെ ചാരത്തെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അയ്യൂബ് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ മുറാദ് ഹാസിലാക്കണേ റബ്ബേ. അതുപോലെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഉസ്താദേ ദുനിയാവും ആഖിറവും നന്നാക്കി തരണേ റബ്ബേ. ഭർത്താവിന്റെ കടം വീടാൻ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് ആളുകൾ അങ്ങനെ പല വിധേന മുറാദുകൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പരീക്ഷയാണെന്നല്ലേ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ട് മാറാൻ അല്ലാഹ് മാറ്റി കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ നാസീമട്ടിൽ മൗലൂദ് കല്യാണം, മോളുടെ കല്യാണം ശരിയാക്കി കൊടുക്കണേ റബ്ബേ. മോളെ കല്യാണം ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. മുത്തുനബിയെ മനമിലൊന്ന് കാണാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കൊടുത്തുപോയ സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടി അല്ലാഹ് അത് തിരിച്ചു കൊടുക്കാൻ അവർക്ക് മനസ്സ് കൊടുക്കണേ അല്ലാഹ്. മരുമകൾ ഗർഭിണിയാണ്, സ്വാലിഹായ ആൺകുഞ്ഞിനെ നൽകണേ റബ്ബേ. അല്ലാഹുവേ കുടുംബത്തിൽ ഐക്യമുണ്ടാവാൻ ഐക്യം നൽകണേ അല്ലാഹ്. യഹ്യ ഹസൻ എന്നവർ സഹോദരിക്ക് കല്യാണം ശരിയാവാനല്ലേ അല്ലാഹുവേ ശരിയാക്കി കൊടുക്കണേ റബ്ബേ. വിദേശത്തുള്ള മകൻ റാഹത്തുള്ള ജോലി കിട്ടാൻ സെലീന എന്നവർ അല്ലാഹുവേ നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. സുബൈർ വീക്ക് നിസ്കാരം നേരത്തിന് നിസ്കരിക്കാൻ അല്ലാഹ് നല്ല സമയത്ത്, അല്ലെങ്കിൽ അവ്വൽ വഖ്തിൽ ആദ്യ സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് ഖളാ ആവാതെ നിസ്കരിക്കുന്നവരിൽ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പിജിക്ക് അഡ്മിഷൻ കിട്ടാൻ സെലീന എന്നവർ അഡ്മിഷൻ നൽകണേ റബ്ബേ. അല്ലാഹുവേ വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ മക്കൾ സ്വാലിയാവാൻ കടം വീടാൻ വീട്ടി കൊടുക്കണേ റബ്ബേ. ശുഹൈബ് എന്നവർ അതുപോലെ തന്നെ അല്ലാഹ് ഒരുപാട് ആളുകൾ ഇഹപര വിജയികളിൽ പെടുത്തുവാൻ, ആഖിബത്ത് നന്നാവാൻ അല്ലാഹുവേ ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കണേ റബ്ബേ. ഇത് അറഫ രാവാണല്ലോ അല്ലാഹ്. ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന രാവാണല്ലോ റബ്ബേ. നീ സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആഇനെ തട്ടി മാറ്റരുതേ റബ്ബേ. സാധുക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. മക്കൾക്ക് നഫിയായ ഇൽമു കിട്ടാൻ ഇൽമു കൊടുക്കണേ. ഇവരുടെ ഖബർ ജീവിത സന്തോഷത്തിലാവാൻ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞാനും എന്റെ ഭർത്താവും പിണക്കത്തിലാണ്.
ഒന്നിക്കുവാൻ ഒന്നിച്ചു കൊടുക്കണേ അല്ലാഹ്, ഒന്നിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. രോഗങ്ങൾ ശിഫയാവാൻ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പിണക്കം മാറ്റി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ദുആയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശബീർ കുന്നുമ്മൽ അസ്മാ ഇബ്രാഹിം മോന് വിസ കിട്ടാൻ വിസ കൊടുക്കണേ അല്ലാഹ്, വിസ നൽകണേ റബ്ബേ. അല്ലാഹുവേ തെറ്റിപ്പിരിഞ്ഞു പോയ കുടുംബങ്ങളെല്ലാം യോജിപ്പിച്ച് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഭർത്താവിന്റെ മക്കളുടെ കള്ളുകുടി മാറ്റിത്തരണേ റബ്ബേ. അല്ലാഹുവേ വൃത്തികെട്ട സ്വഭാവമുള്ള ഭർത്താവ്, മക്കള്, വീട്ടിലുള്ളവർ അവരൊക്കെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. ക്ഷമയുള്ള നല്ല ആളുകളാക്കണേ അല്ലാഹ്. യർഫാ സംഗമത്തിന്റെ രാവിലാണല്ലോ നിങ്ങൾ ദുആ ചെയ്യുന്നത്. ഈ ദുആഇനെ തട്ടിക്കളയരുതേ അല്ലാഹ്. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ മുത്ത് മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ലഖന്നൽ ഹുജത ഫിൽ ഖബരി ഇദാ മാ നസ്അലു വഹീന ബഹതിൻ ഫർഹൻ നബി മദദി ശംസിൽ ഉലമാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദം അൻഷു എന്നവർ എന്റെ ഭർത്താവ് ഭാര്യയുടെ വാപ്പാക്ക് മഗ്ഫിറത്തും മർഹമത്തും ലഭിക്കാൻ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. സലീന എന്നവർ മകന് ജോലി കിട്ടാൻ ജോലി നൽകണേ അല്ലാഹ്. അതുപോലെ അസ്സലാമു അലൈക്കും എന്ന അനീന എന്നവർ വലൈക്കും സലാം. അതുപോലെ കാര്യ ജോലി ഖൈറായ ജോലി കിട്ടാൻ അല്ലാഹ്, ഖൈറായ ജോലി. ടിക്ടോക്ക് അഹദ് എന്നവർ നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്, നല്ല ജോലി നൽകണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. ഉസ്താദിന് അറിവ് എന്താ ഖൈറും ബർക്കത്തും. ആമീൻ ആമീൻ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ ഇൻഷാ അല്ലാഹ് ഖൈറും ബർക്കത്തും എല്ലാവർക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹു എല്ലാ കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് ചൊരിയണേ റബ്ബേ. ബിഹബ്ബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജമാൽ കണ്ടിയൻ മാതാപിതാക്കളെ ഹജ്ജിന് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ എൻ്റെ കൂട്ടുകാർ 3 മക്കളെ കൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. 3 പേർക്കും സുഖമില്ല. ഭർത്താവിന്റെ മരണം അവൾക്ക് കുടുംബത്തിനും തളർത്തി. അല്ലാഹുവേ അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കണേ അല്ലാഹ്, ക്ഷമിക്കുവാനുള്ള കഴിവ് കൊടുക്കണേ റബ്ബേ. ഹഫീൽ വേൾഡ് എന്നതിൽ നിന്നാണ്. ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ അസുഖത്തിന് ശിഫ നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഭർത്താവിന് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. യാക്കൂബ് എന്നവർ ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ സുഹറ
ആമീൻ പറഞ്ഞല്ലേ? പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരുപാട് ആളുകൾ പല മുറാദുകൾ വെച്ചുകൊണ്ട് അല്ലാഹു എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ റബ്ബേ. ആ അറഫ മൈതാനം കാണുമ്പോൾ ഒരു സന്തോഷല്ലേ, മനസ്സിനൊരു കുളിർമല്ലേ? ആ മലയുടെ മുകളിൽ ആ മൈതാനത്തൊക്കെ ഒരുമിച്ച് കൂടാൻ, അതുപോലെ മുത്തുനബിയുടെ റൗളയുടെ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. ആ മദീനയൊക്കെ കാണാൻ എന്ത് രസാന്നറിയാം. നാട്ടിലൊക്കെ ഒന്ന് പോയാൽ, കൈബയുടെ ചാരത്തൊന്ന് പോയാൽ, ഹാജർ ബീബി ഓടിയ സഫയുടെയും മറുവയുടെയും ആ മലനിലകൾക്കിടയിലൂടെയുള്ള നടത്തമില്ല, സഴി നടത്തം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. പാലക്കാണ്ടിൽ കല്യാൺ ദുആ ചെയ്യണം, അങ്ങനെ പേരാണ്. അല്ലാഹു അവർക്ക് ഖൈറും ബറക്കത്തും ചൊരിയണേ റബ്ബേ. ഉയരങ്ങളിൽ എത്തട്ടെ അല്ലാഹുവേ. രോഗം മാറണമല്ല, രോഗമൊക്കെ മാറ്റി കൊടുക്കണേ റബ്ബേ. അതുപോലെ മോൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണല്ല, ആ മടി മാറ്റി കൊടുക്കണേ റബ്ബേ. കുട്ടികൾക്കെല്ലാം മടി ഉണ്ടാവും. ഉസ്താദേ, ഉപ്പയുടെ കടയിൽ കച്ചവടം ഉണ്ടാകാൻ നല്ല കച്ചവടം കൊടുക്കണേ റബ്ബേ, നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള റാഹത്തുള്ള ജോലിയാക്കണേ റബ്ബേ. അതുപോലെ അബ്ദുൽ ഖാദർ ഉസ്താദ് എന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഭാര്യ മക്കളെ ആഫിയത്തിന് വേണ്ടി അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ലൈവിലുള്ള എല്ലാവരെയും അല്ലാഹു ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ റബ്ബേ അല്ലാഹ്. എന്റെ മുത്തു മുഅ്മിനീങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റബ്ബേ. ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ പുണ്യ മദീനയിൽ ഞങ്ങൾ എല്ലാവരെയും എത്തിക്കണേ റബ്ബേ. അറഫയിൽ എത്തിക്കണേ അല്ലാഹ്. അറഫ സംഗമത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരിച്ചുപോയിട്ട് 6 അടി മണ്ണിലവരൊക്കെ അല്ലാഹുവേ മീസാൻ കല്ലിന്റെ ചുവട്ടിലവർ അന്ത്യവിശ്രമം കൊള്ളുകയാണല്ലോ അല്ലാഹുവേ. അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, അവരുടെ ഖബർ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ സ്വർഗീയ വിരിപ്പവർക്ക് കൊടുക്കണേ അല്ലാഹ്, സ്വർഗീയ പാനീയം കൊടുക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. മൂസ അത്തർ ദുബായിൽ നിന്ന് പൈസ കിട്ടാനുണ്ടല്ലോ, പൈസ പെട്ടെന്നവർക്ക് നൽകണേ റബ്ബേ. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന് ചൊല്ലേണ്ടത്, അതിനു വേണ്ടി ഒരു മരുന്നുണ്ട്, ഇത് ചൊല്ലിക്കോ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇത് ചൊല്ലിയാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നതാ. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇതിങ്ങനെ ചൊല്ലിയാൽ മതി. എല്ലാ നിസ്കാര ശേഷവും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും, അല്ലാഹു നൽകും. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ, അവർക്ക് നീ തിരിച്ചു നൽകണേ അല്ലാഹ്. അബ്ദുറഹീം അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം ഉസ്താദ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളാണ്, എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പരിഹാരം നൽകണേ റബ്ബേ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് എന്റെ ദുആഇന് പ്രത്യേകതയില്ല, പക്ഷേ ഇവിടെ ആമീൻ പറയുന്നവർ മഹാന്മാർ ശൈഖുനാ ശംസുൽ ഉലമ അവരൊക്കെ ബൈത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അറഫ രാവാണ്, അതിന്റെയൊക്കെ പുണ്യം കൊണ്ട് ഇൻഷാ അല്ലാഹ് പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ, സന്തോഷവും ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. അറിയുന്ന അത്യാവശ്യമായി 15 ലക്ഷം വേണം. അല്ലാഹുവേ അതൊക്കെ അവർക്ക് നൽകണേ റബ്ബേ. അതുപോലെ ബിന്തു ബഷീർ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ശുഐബ് കുടുംബത്തിൽ എന്റെ ഉപ്പാക്ക് ജോലി ഉണ്ടാകാനുള്ള ജോലി കൊടുക്കണേ റബ്ബേ. ശംഷീർ അലി എന്നവർ മുറാദ് ഹസിലാവാൻ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഫാത്തിമ സുഹറ കടം വീടാൻ വീട്ടി കൊടുക്കണേ റബ്ബേ. അബൂ സിനാൻ ദാരിമി വന്ദിപ്പോ
പോയി. അല്ലാഹുവേ അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ അറഫ സംഗമത്തിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തൗഫീഖ് നൽകണേ റബ്ബേ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. ഖൈറുന്നിസ മുറാദ് ഹസിലാവൻ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ ഉപ്പാക്കുള്ള സ്വർഗം കൊടുക്കണേ റബ്ബേ. അതുപോലെ ഖാലിദ് കുപ്ലാട് ഹലാലായ മുറാദ് ഹസിലാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ ഷിഹാസ് അലിയലെ മരിച്ചുപോയ ഉപ്പാക്ക് അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. യാ അല്ലാഹ് ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. അല്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു നൽകിയ ഒരുപാട് പ്രാർത്ഥിച്ച് അല്ലാഹു നൽകിയിരിക്കുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലേ അല്ലാഹു അറുക്കാൻ പറഞ്ഞത്. സ്വന്തം മകൻ അറുക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് തയ്യാറാവാൻ കഴിയോ? അല്ലേ, ക്ഷമയോടെ സഹിച്ചുകൊണ്ട് നിന്ന മഹാനായ ഇബ്രാഹിം ഖലീലുല്ലാഹ്, അള്ളാന്റെ കൂട്ടുകാരൻ എന്നാ പറഞ്ഞത്. അള്ളാന്റെ കൂട്ടുകാരൻ എന്ന് ചേർത്ത് പിടിച്ചല്ലോ റബ്ബേ. അതുപോലെ റബ്ബിന്റെ കൂട്ടുകാരനായി ഞങ്ങളെയും ചേർത്തണേ അല്ലാ. മുത്തനബിയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ റഹ്മാനെ നീ ചേർക്കണേ റബ്ബേ, ചേർക്കണേ അല്ലാ. അതുപോലെ ഉസ്താദേ ഇന്നലെയാണ് പുതിയ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഖൈറും ബറക്കത്തും ഉണ്ടാവാൻ ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. MN ബ്ലോഗ് ഡിലീറ്റ് ആക്കിയല്ലോ, എന്താ ഇത്? ദുആ ചെയ്യാൻ അല്ലാഹു അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അത് നൽകണേ റബ്ബേ. അവരുടെ പ്രയാസം മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുത്ത് മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഉപ്പാന്റെ ഖബർ വിശാലമാക്കാൻ അല്ലാഹുവേ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. നല്ല വിജയം ഉണ്ടാവാൻ നല്ല വിജയം നൽകണേ റബ്ബേ. അതുപോലെ വീട് ഉണ്ടാവാൻ MN ബ്ലോഗ് എന്നതാ ദുആ ചെയ്തു. അവർക്ക് വീട് കൊടുക്കണേ അല്ലാ, വീട് നൽകണേ അല്ലാ, വീട് നൽകണേ അല്ലാ. ഫരീദ മറിയം അല്ലാഹുവേ അതുപോലെ ഒരുപാട് ആളുകൾ എന്റെ മനസ്സിലുള്ള ഇടങ്ങേറ് മാറാൻ എന്ത് ഇടങ്ങേറാണെങ്കിലും അല്ലാ മാറ്റി കൊടുക്കണേ റബ്ബേ. എല്ലാ ഇടങ്ങേറുകളും മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ അരി എന്നുള്ള ഉപ്പ മരിച്ചുപോയി അല്ലാ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. മൂസ എന്നവർ ഉമ്മാന്റെ രോഗം മാറ ശിഫയാക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കൊല്ലത്ത് നിന്നാണ് ഞാനെന്ന് ഉനൈസ് എന്നവർ ഇൻഷാ അല്ലാ പേര് സിദ്ദീഖ് മരണപ്പെട്ട എന്റെ മാതാവും പിതാവും അല്ലാ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എന്റെ ഭാര്യ പിതാവിനും മാതാവിനും അല്ലാ ഇവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഫാത്തിമ സനാക്കെ ഉസ്താദേ മകൾ ഖൈറായ വിവാഹം ശരിയാവാൻ ദുആ ചെയ്യണം. നല്ല വിവാഹം നല്ല വരനെ നൽകണേ അല്ലാ. നല്ലൊരു പുതിയാപ്പിളനെ അവർക്ക് നൽകണേ റബ്ബേ. എന്റെ ഭർത്താവിന് ഹലാലായ മുറ ജോലി ശരിയാവാൻ അല്ലാഹു നല്ല ജോലി അവർക്ക് കൊടുക്കണേ അല്ലാ. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്,
ചെയ്തു പോയ ദോഷം പൊറുക്കാനായി പറ്റിയ മാസമാണ്, ദിവസമാണ്. അല്ലാഹ് ഞങ്ങൾ എല്ലാവരുടെയും അവരുടെയും ദോഷം പുറത്തു തരണേ റബ്ബേ. മാപ്പാക്കണേ അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്, പൊറുക്കണേ റബ്ബേ. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും ചെയ്തതുണ്ട് റബ്ബേ, പുറത്തു തരണേ റബ്ബേ, പൊറുക്കണേ അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം ശുദ്ധമാക്കണേ അല്ലാഹ്, ശുദ്ധമാക്കി തരണേ അല്ലാഹ്. നഫീസ ഉമ്മ ഹജ്ജ് പോവാൻ ദുആ ചെയ്യണം അല്ലാഹ്, അവർക്ക് ഹജ്ജിന് പോവാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈമാൻ കിട്ടി മരിക്കാൻ, അല്ലാഹുവേ ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഇസ്മായിൽ നീലേശ്വരം കൊട്ടപ്പുറം ഉസ്താദ് ബാങ്കിൽ കടമുണ്ട്, വീട്ടി കൊടുക്കണേ അല്ലാഹ്. ജപ്തി പെട്ടെന്ന് ശരിയാവാൻ അല്ലാഹുവേ പെട്ടെന്ന് ശരിയായി കൊടുക്കണേ റബ്ബേ. അല്ലാഹ് എല്ലാ പ്രയാസവും മാറ്റി കൊടുക്കണേ അല്ലാഹ്, അതിനുള്ള സാമ്പത്തികം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ വല്യമ്മാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അങ്ങനെ ഒരുപാട് ആളുകൾ പലവിധേന മുറാദുകൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്നുണ്ടല്ലോ റബ്ബേ. എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങൾ അകറ്റണേ റബ്ബേ. നല്ല രാവാണല്ലോ അല്ലാഹ്, ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ രാവ്. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്ന അവയവങ്ങൾക്കെല്ലാം നല്ല ആഫിയത്ത് നൽകണേ റബ്ബേ. റഷീദ് BMG ദുആയിൽ ഉൾപ്പെടുത്തണേ, അവരുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ, അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും ശരിയണേ റബ്ബേ. നാദിയ മുഹമ്മദ് ഉസ്താദേ ഇപ്പോൾ അവർക്ക് ഖൈറ് നൽകണേ റബ്ബേ. അതുപോലെ ഫൗസിയ മോൾക്ക് പെട്ടെന്ന് മൂത്രവും വയറ്റിനും പോകുന്നു. അല്ലാഹുവേ റബ്ബേ, സാധാരണ രീതിയിലാവാൻ അല്ലാഹ് അങ്ങനെ ആക്കി കൊടുക്കണേ റബ്ബേ. മൂത്ര സംബന്ധമായ അസുഖം അല്ലാഹ് ശിഫ കൊടുക്കണേ അല്ലാഹ്. ഷറീന എന്നവർ എൻ്റെ ഉമ്മയുടെ സോറിയാസിസ് അല്ലാഹ് മാറ്റി കൊടുക്കണേ റബ്ബേ. അതുപോലെ എൻ്റെ മോടെ രോഗം മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അങ്ങനെ ഒരുപാട് ആളുകൾ പലവിധേന മുറാദുകൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട് റബ്ബേ. ഇൻഷാ അല്ലാഹ് ബീബി എന്നവർ ഫസിൽ ബർക്കത്തുണ്ടാവാൻ ബർക്കത്ത് നൽകണേ. കടം കൊണ്ടും വലയുന്നു ബാങ്ക് ജപ്തി അല്ലാഹ് മാറ്റി കൊടുക്കണേ റബ്ബേ. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള ദുആയിലേക്ക് ഉൾപ്പെടുത്തും എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.